നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായ അഡ്വക്കേറ്റ് രാജേഷ് കുമാറും പി വിശ്വനാഥനും കോൺഗ്രസിന്റെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. വിജയ് മന്ത്രിസഭ കൃത്യമായി അതിനെ വികസിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ലീഗിനും മന്ത്രിസ്ഥാനം കിട്ടും എന്നുള്ളത് ഉറപ്പായി. ഒന്ന് ഓർക്കുക, കേരളത്തിലെ UDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള ലീഗിന് തമിഴ്നാട്ടിൽ ഒരു മന്ത്രി, കോൺഗ്രസിന് 2 മന്ത്രി, അങ്ങനെ 3 മന്ത്രിമാർ കേരളത്തിലെ UDF അംഗങ്ങളായിട്ടുള്ള അതിന് സമാനമായിട്ടുള്ള ഒരു രീതി തമിഴ്നാട്ടിലും UDFന് അല്ലെങ്കിൽ അവിടെ കോൺഗ്രസ് സഖ്യത്തിന് നല്ല കാലം എന്ന് പറയേണ്ട അവസ്ഥയാണ്. നോക്കൂ, സ്റ്റാലിൻ്റെ ഭരണം അങ്ങേറ്റം ധാർഷ്ട്യത്തോടെ ആയിരുന്നു. 18 കോൺഗ്രസ് MLA-മാരുണ്ടായിരുന്നിട്ടും കേവല ഭൂരിപക്ഷം തങ്ങൾക്കുണ്ട് എന്ന അഹങ്കാരത്തിൽ സ്റ്റാലിൻ ഒരു രീതിയിലും മുന്നണി വികസിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അതായത് മന്ത്രിമാരെ കൊടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പരിണത ഫലം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് കൃത്യമായി തന്നെ പറഞ്ഞു, നിങ്ങൾ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിൻ്റെ ഭാഗമായി ഞങ്ങളെ എടുത്തു എന്ന് കരുതി ഞങ്ങൾക്ക് നിങ്ങളോട് പ്രത്യേക ബാധ്യതയൊന്നുമില്ല. ഏതായാലും KC വേണുഗോപാൽ ഈ കാര്യം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 10 ലോക്സഭാ സീറ്റുകൾ മാറ്റിവെക്കുകയും സഖ്യകക്ഷിയായിട്ടുള്ള അവിടുത്തെ സഖ്യകക്ഷിയായി നിൽക്കുന്ന ലീഗിനും 2 ലോക്സഭാ സീറ്റുകൾ മാറ്റിവെക്കുന്ന രീതിയിലാണ്. അതായത് മൊത്തത്തിൽ 12 സീറ്റുകൾ. അതുമാത്രമല്ല, മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് CPM-ഉം CPI-യും TVKയ്ക്ക് കൊടുക്കുന്ന പിന്തുണ പിൻവലിക്കും എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. അതായത് CPM-ഉം CPI-യും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റ് സഖ്യകക്ഷികളോ മന്ത്രിസഭയുടെ ഭാഗമാകാതിരുന്നാൽ മാത്രം ഞങ്ങൾ പിന്തുണയ്ക്കാം, പുറത്തു നിന്ന് പിന്തുണയ്ക്കാം. ആ പിന്തുണയ്ക്ക് അത്ര ദൃഢതയൊന്നുമില്ല. തമിഴക വെട്രിക്കഴകത്തിന് 108 MLA-മാരാണ്. 5 MLA-മാർ കോൺഗ്രസിനുണ്ട്. അതുപോലെ തന്നെ ലീഗിന് 2 MLA-മാർ. അതുപോലെ തന്നെ ബാക്കിയുള്ള AIADMKയുടെ വിമത MLA-മാരും TVKയ്ക്ക് പിന്തുണ കൊടുക്കാമെന്ന് അറിയിച്ചിരിക്കുകയാണ്. നോക്കൂ, DMKയിലെ പിളർപ്പിലേക്ക് പോകുന്ന സാഹചര്യവും AIADMKയിലെ വിമത നീക്കവും എല്ലാം വിരൽ ചൂണ്ടുന്നത് അടുത്ത ഉപതെരഞ്ഞെടുപ്പിലേക്കാണ്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാമാങ്കം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ 1-2 സീറ്റുകളിലേക്കായിരിക്കില്ല, ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു 2 ഡസനോളം സീറ്റുകളിലെങ്കിലും മിനിമം ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള എല്ലാ സാധ്യതകളും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു കാണുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ ഈ പറയുന്ന ഇരിഞ്ഞു വരുന്നവർക്ക് പ്രത്യേക പാർട്ടി രൂപീകരിച്ച് അവർക്ക് മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ തമിഴക വെട്രിക്കഴകത്തിലേക്ക് ജോയിൻ ചെയ്യാനുള്ള വിജയുടെ ഓഫർ പലരും സ്വീകരിക്കുകയാണ്. അത്തരത്തിലായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളെക്കാൾ ഇപ്പോൾ തമിഴക ജനതയ്ക്ക് വിശ്വാസം ജോസഫ് വിജയിയെ തന്നെയാണ്. ജോസഫ് വിജയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുഖകരമായി മുന്നോട്ട് പോവുകയുമാണ്.